ടിനി ടോമോ മണിയമ്പിള്ള രാജുവോ കള്ളം പറയുന്നതാര്? അവസാന നാളുകളിൽ ആശയേറ്റ് കണ്ണീർ വാർത്ത് നടന്നിരുന്ന നിത്യഹരിത നായകനെക്കുറിച്ചുള്ള ടിനി ടോമിന്റെ ഉണ്ടയില്ലാവടി ക്ലസ്റ്റർ ബോംബായി പൊട്ടുമ്പോൾ പരിക്കേൽക്കുന്നവരുടെ എണ്ണം കൂടുകയാണ്. കാലനുമില്ലേ കണ്ടകശനി എന്ന മട്ടിൽ ഇന്റർവ്യൂവിന്റെ ഒഴുക്കിനും താളത്തിനും ഓലപ്പടക്കത്തിന്റെ ഇടയിൽ ഗുണ്ടു ചേർക്കുന്ന പോലെ അവസാന നാളുകളിൽ റോളില്ലാത്ത സങ്കടം ബഹദൂറിന്റെയും അടൂർവാസിയുടെയും വീട്ടിൽ പോയി പൊട്ടിക്കരഞ്ഞു തീർത്തിരുന്ന നസീർ സാറിന്റെ ദുരവസ്ഥ ടിനി ടോം വിവരിക്കുമ്പോൾ കൈലേസ് കടം വാങ്ങി കണ്ണുനീർ തുടച്ചവർ പോലും സംഗതി പൊളിയാണെന്നറിഞ്ഞ നിമിഷം മുതൽ ടിനി ടോമിനെ തന്തയ്ക്ക് വിളിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാനാവില്ലെന്ന് മനസ്സിലാക്കിയ ടിനി ടോം അയാൾ ഞാനല്ല ദേ അവനാ എന്ന് മണിയമ്പിള്ള രാജുവിനെ ചൂണ്ടിക്കൊണ്ട് ഓടുകയാണ്. രാജു ആരാമോൻ ടിനി ജനിക്കും മുന്നേ പാരമണിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ മണിയൻപിള്ള ദോ അവന് വട്ടാണ് എന്ന മട്ടിൽ ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണൻ എന്ന ഭാവം നടിക്കുകയാണ്. ഒന്നുമില്ലേലും നസീർ സാറിനെ പോലെ ദൈവതുല്യനായ ഒരു മനുഷ്യനെ പറ്റി ഞാൻ അങ്ങനെ പറയുമോ എന്ന ലൈനിലാണ് ഇപ്പോൾ മണിയമ്പിള്ള രാജു. ആര് പറഞ്ഞാലും ആര് പറഞ്ഞില്ലെങ്കിലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പൊതുജനമധ്യത്തിൽ ഉന്നയിക്കുമ്പോൾ തെറിയും തെമ്മാടിത്തരവും കൂക്കുവിളികളും ഉണ്ടാവുമെന്ന് അറിയാത്ത ആളൊന്നുമല്ല 6 അടി 7 ഇഞ്ചിന്റെ ഗരിമയിൽ വിലസുന്ന ഗടാഗടിയൻ ടിനി ടോം. ആര് തെറി പറഞ്ഞിട്ടായാലും ആരുടെ തെറി കേട്ടിട്ടായാലും ലൈം ലൈറ്റിൽ നിൽക്കണമെന്ന തന്ത്രം ടിനി ടോം പഠിച്ചിട്ടുണ്ടാവുക ആരിൽ നിന്നാവും? പുതിയ കൂട്ടുകാരനും സോഷ്യൽ മീഡിയ താരവുമായ അലിൻ ജോസ് പെരേരയിൽ നിന്നാവുമോ? കറ പുരളുന്നത് നല്ലതിനെങ്കിൽ കറയും നല്ലതല്ലേ?